രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമ. എത്രയെത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മരുതിം നമതരാക്ഷസന്തകം. എല്ലാവർക്കും നമസ്കാരം. വാൽമീകി രാമായണം ഉത്തരകാണ്ഡത്തിലെ 31-ാം സർഗം രാവണൻ്റെ ശിവപൂജ എന്നുള്ളതാണ് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ അഗസ്ത്യൻ കഥകളൊക്കെ പറഞ്ഞപ്പോൾ വീണ്ടും അഗസ്ത്യനോട് ശ്രീരാമൻ ചോദിച്ചു, അല്ലേ ബ്രാഹ്മണോത്തമന്മാരായ ആളുകളെ, ക്രൂരനായ രാക്ഷസൻ ഇങ്ങനെ ലോകത്തിൽ മുഴുവൻ ചുറ്റി നടന്നപ്പോൾ അവിടെ ഏതെങ്കിലും രാജാക്കന്മാരോ മറ്റോ ഉണ്ടായിരുന്നില്ലേ? ആരെങ്കിലും ഇയാളെ പരാജയപ്പെടുത്താൻ അല്ലെങ്കിൽ ഇയാളോട് എതിരിടാനായിട്ട് ആരും ഉണ്ടായില്ലേ? ആ ലോകത്തുള്ള എല്ലാവരും ശക്തിയില്ലാത്തവരായി തീർന്നു എന്നാണോ പറയുന്നത്? ഒരു ഉത്തമാസ്ത്രങ്ങൾ പോലും അവിടെ പ്രയോഗിക്കപ്പെട്ടില്ല എന്നാണോ പറഞ്ഞത് എന്ന് ചോദിച്ചു. അപ്പോൾ രാമൻ്റെ വാക്കുകൾ കേട്ട് അഗസ്ത്യ മഹർഷി പറയാണ്, അല്ലേ രാമ, ഇങ്ങനെ രാജാക്കന്മാരെയൊക്കെ പീഡിപ്പിച്ചുകൊണ്ട് ആ രാവണൻ ഭൂമിയിൽ സഞ്ചരിച്ചു. പിന്നെ സ്വർഗം പോലെ തിളങ്ങുന്നതും ദിവസവും അഗ്നിയുടെ സാന്നിധ്യമുള്ളതുമായ മാഹിഷ്മതി എന്ന് പറയുന്ന ആ സ്ഥലത്തെത്തി എന്ന് പറയുന്നത്. അവിടെ ശരങ്ങൾ വിരിച്ച കുണ്ടത്തിൽ അഗ്നി എപ്പോഴും ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രഭാവത്തിൽ അഗ്നിയെപ്പോലെ തന്നെയുള്ള അർജുനൻ എന്ന വ്യക്തിയാണ് അവിടെ ഭരിച്ചിരുന്നത്. ഹേഹയ രാജ്യത്തിലെ രാജാവാണ് അദ്ദേഹം അന്ന് ധാരാളം സ്ത്രീകളോടൊത്ത് കുളിക്കാനായിട്ട് നർമ്മദയിലേക്ക് പോയ സമയമായിരുന്നു. ആ സമയത്താണ് രാവണൻ അവിടെ എത്തിയത്. രാക്ഷസ രാജാവായ രാവണൻ അവൻ്റെ ഈ കർത്തവീര്യാർജുനൻ്റെ അമാത്യന്മാരോട് ചോദിച്ചു, ആ അർജുനൻ എവിടെയാണ്? വേഗം നേരെ പറയുവിൻ, ആ രാജാവുമായി യുദ്ധം ചെയ്യാനായിട്ട് രാവണൻ വന്നിരിക്കുന്നു എന്ന് അറിയിക്കുവിൻ എന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെ രാവണൻ്റെ വാക്കുകൾ കേട്ടിട്ട് അമാത്യന്മാർ രാജാവ് ഇവിടെ ഇല്ലെന്നും നർമ്മദയിലാണ് അദ്ദേഹം പോയിരിക്കുകയാണ്, കുളിക്കാനായിട്ട് പോയിരിക്കുകയാണ് എന്നുള്ള വിഷയവും അദ്ദേഹത്തെ അറിയിച്ചു. ഇങ്ങനെ അർജുനൻ പോയ വിവരമറിഞ്ഞിട്ട് ആ രാവണൻ വിന്ധ്യപർവ്വതത്തിലേക്ക് യാത്രയായി. അവിടെ ഭൂമി കുഴിച്ചും മനം മുട്ടി നിൽക്കുന്ന ആ വിന്ധ്യപർവ്വതത്തിനെ അദ്ദേഹം കണ്ടു എന്ന് പറയുന്നത്. 1000 കണക്കിന് ശിഖരങ്ങളോടുകൂടിയതും സിംഹങ്ങൾ പാർക്കുന്ന ഗുഹകളുള്ളതും തടത്തിൽ നിന്ന് അലറിക്കൊണ്ടുവരുന്ന കുളിനീർച്ചാലുകളോടൊത്തതും അപ്സരസുകളോടും സ്വർഗസ്ത്രീകളോടും കൂടി ഇരിക്കുന്ന ദേവദാനവ ഗന്ധർവന്മാരോടും കിന്നരന്മാരോടും കൂടിയതുമൊക്കെ ആയിട്ടുള്ള ആ നദികളെ കൊണ്ട് നിറഞ്ഞ ആ ഹിമവാനെ പോലെ തന്നെ ഉള്ള പുണ്യദായിനിയും കല്ലും വെള്ളവും ഒഴുകുന്ന പശ്ചിമ സമുദ്രത്തിലേക്ക് പായുന്ന നർമ്മദാ നദിയുടെ തീരത്ത് അദ്ദേഹം എത്തിച്ചേർന്നു. അവിടെയുള്ള ആ മനോഹരമായ പൂങ്കാവ് കണ്ടപ്പോൾ അദ്ദേഹം അവിടെ ഇറങ്ങി ആ സൗന്ദര്യത്തിൽ, നദിയുടെ സൗന്ദര്യത്തിൽ ലയിച്ച് അദ്ദേഹം ആ മണൽത്തട്ടിൽ ഇറങ്ങിയിട്ട് തൻ്റെ മന്ത്രിമാരോടൊക്കെ കൂടി അവിടെ ഇരുന്നു. നർമ്മദയെ ഗംഗ എന്ന് തന്നെയാണ് രാവണൻ കണ്ടത്, അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത് എന്ന് പറഞ്ഞു. ഇങ്ങനെ 1000 കിരണങ്ങളെ കൊണ്ട് പാരിനെ പൊന്നാക്കിയ ശേഷം കടും ചൂട് തരുന്ന ആ സൂര്യൻ ആകാശത്തിൽ മറഞ്ഞപ്പോൾ രാവണൻ അവിടെ നിന്ന് കുളിക്കാനായിട്ട് പുറപ്പെട്ടു എന്ന് പറയാണ്. ഇങ്ങനെ ഇന്ദ്രസമാന്മാരായ രാജാക്കന്മാരാൽ പോരിൽ മുറിവേൽപ്പിക്കപ്പെട്ടവയും ചന്ദനച്ചാറ് കൊണ്ടെന്ന പോലെ ചോരമുരണ്ടവരുമായ നിങ്ങൾക്കൊക്കെ ഇവിടെ കുളിച്ച് ഈ ശർമ്മതയായ, ശർമ്മം സുഖം നൽകുന്നവളായ, ശർമ്മം നന്മ നൽകുന്നവളായ ഈ നർമ്മദയിൽ കുളിച്ച് നമുക്കെല്ലാവർക്കും ഇവിടെ നിന്ന് എല്ലാ ദുഃഖങ്ങളും എല്ലാ പാപങ്ങളും കഴുകിക്കളയാം എന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെ രാവണൻ്റെ വാക്ക് കേട്ട് പ്രഹസ്തനും ശുഖസായണന്മാരും മഹോദരനും ധൂമ്രാക്ഷനും ഒക്കെ ആ നർമ്മദയിലേക്ക് ഇറങ്ങി എന്ന് പറയുകയാണ്. അവരതിനെ ഇളക്കി മറിക്കാൻ ആരംഭിച്ചു. ഇങ്ങനെ ആ കരുത്തന്മാരായ രാക്ഷസന്മാർ നർമ്മദയിൽ കുളിച്ചു കയറി. രാവണൻ അപ്പോൾ പൂജയ്ക്ക് വേണ്ടി പുഷ്പങ്ങളൊക്കെ കൊണ്ടുവന്നു. രാവണനെ പൂജിക്കാൻ വേണ്ടി ആ രാവണൻ ഒരു നല്ല പൂമാലയുണ്ടാക്കി എന്ന് പറയുകയാണ്. അതിനുശേഷം അവിടെ നർമ്മദയുടെ തീരത്ത് ഗംഗയിലെന്ന പോലെ ഇറങ്ങി വിധിയാവണ്ണം കുളിയൊക്കെ കഴിച്ച് ഉത്തമ മന്ത്രങ്ങളൊക്കെ ജപിച്ച് ഈറമുണ്ടൊക്കെ മാറ്റി വെള്ളവസ്ത്രം ധരിച്ച് കുപ്പുകൈകളോടെ പോയി. അദ്ദേഹത്തിൻ്റെ പിന്നാലെ ആ രാക്ഷസന്മാരും പോയി. അങ്ങനെ പോകുന്ന അവരെ കണ്ടാൽ മലകൾ എപ്രകാരമാണോ മാറി മാറിപ്പോയിക്കൊണ്ടിരിക്കുന്നത് രാവണൻ്റെ വരവ് കണ്ടിട്ട് എന്ന് തോന്നും എന്ന് പറയാണ്. അവിടെയൊക്കെ സ്വർണ്ണ നിറത്തിലുള്ള ഒരു ശിവലിംഗം അദ്ദേഹം എന്നും കൊണ്ടുപോകാറുണ്ട്. അദ്ദേഹം ഒരു വലിയ ശിവഭക്തനാണ് എന്നാണ്. അപ്പോൾ ശിവൻ്റെ ആരാധന അദ്ദേഹം മുടക്കാറില്ല. അങ്ങനെ സ്വർണ്ണമയമായ
ആ ശിവലിംഗം കൊണ്ടുപോയി മണൽ കൊണ്ട് തീർത്ത ഒരു വേദിയിൽ സമർപ്പിച്ച് അവിടെ ഇരുന്ന് ആ ശിവഭഗവാനെ പൂജിക്കുവാനായിട്ട് രാവണൻ തൻ്റെ കൈകളിലൊക്കെ പൂക്കളെടുത്തുകൊണ്ട് അങ്ങനെ ആരംഭിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സർഗം ഇവിടെ സമർപ്പിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം.